എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പോൾ നമ്മുടെ ഗോകുവിന്റെ ആഗ്രഹപ്രകാരം ബോ ജനങ്ങളെല്ലാം അറ്റാക്ക് ചെയ്തത് ഷെൽട്രോണിന്റെ സഹായത്താൽ തങ്ങളുടെ മനസ്സിൽ നിന്ന് എറേസ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉണ്ടപ്പം ബോ ആണെങ്കിൽ ഇപ്പൊ ഹാപ്പി ആയിട്ട് സിറ്റിയിലൂടെ അങ്ങനെ ഹായ് ആയിട്ട് നടക്കും. ബോ ആണെങ്കിൽ ചുറ്റും നോക്കും. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ട് ബോ അവന്റെ അടുത്തേക്ക് വരും. ബോവിനും ഐസ്ക്രീം വേണമെന്ന് ആ കുട്ടിയോട് ഇപ്പൊ ബോ പറയും. അത് കേട്ട് ആ കുട്ടിയാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് കാണിച്ചു കൊടുക്കും. ഇത് എന്റെ ഐസ്ക്രീമാണ്, നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങ്. അത് കേട്ട് ബോ ആണെങ്കിൽ ആ ഷോപ്പിന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെന്ന് അയാളോട് ആവശ്യപ്പെടും. ആളാണെങ്കിൽ എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ബോവിന് കൊടുക്കും. ബോ ആണെങ്കിൽ അത് കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ഉടനെ ഷോപ്പിന് ഓണർ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഐസ്ക്രീം എല്ലാം ക്യാഷ് തരാതെ ഇവിടുന്ന് കൊണ്ടുപോകും. മര്യാദയ്ക്ക് ക്യാഷ് താ, അല്ലെങ്കിൽ ഞാൻ തന്ന ഐസ്ക്രീം അതെനിക്ക് തിരികെത്താ. ബോ ആണെങ്കിൽ അവനോട് പറയും, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഈ ഐസ്ക്രീം അതെനിക്ക് വേണമെന്ന് പറയും. ഉടനെ ആളാണെങ്കിൽ ഐസ്ക്രീം പിടിച്ച് മേടിക്കുകയാണ്. അതിൽ കൺട്രോൾ പോയ ബോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ തലയിലൂടെ എയർ പുറത്തേക്ക് വിടും. അപ്പോഴായിരിക്കും സെയ്റ്റാൻ പറഞ്ഞ കാര്യം ഇത് അവന് ഓർമ്മ വരിക. നീ ആരോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ല, നീ അതെനിക്ക് പ്രോമിസ് ചെയ്യണം. ബോ ആണെങ്കിൽ ആ കാര്യം ഓർത്ത് അവനോട് പറയും, ഞാൻ ആരോട് ഫൈറ്റ് ചെയ്യില്ല, എന്റെ ഫ്രണ്ടിന് ഞാനത് പ്രോമിസ് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. ബോവിന് ഐസ്ക്രീം വേണം, ഐസ്ക്രീം മേടിക്കണമെങ്കിൽ ക്യാഷ് വേണം. എനിക്ക് ആര് ക്യാഷ് തരും ചിന്തിച്ച് നിൽക്കുന്ന ആ സമയമായിരിക്കും ദൂരത്തായിട്ടൊരു മത്സരം അവന്റെ ശ്രദ്ധയിൽപ്പെടുക. ഒരു ഫയൽമാനുമായിട്ട് ഹിറ്റ് ചെയ്യണം. അപ്രകാരം ഫൈറ്റ് ചെയ്യണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. ഫൈറ്റിൽ ജയിക്കുകയാണെങ്കിൽ 1,00,000 രൂപ സമ്മാനമായിട്ട് കിട്ടും. ഒരുപാട് ജനങ്ങൾ വട്ടം കൂടുമെന്ന് ആ ഫൈറ്ററെ നോക്കുകയാണ്. ഉടനെ ബോ ആണെങ്കിൽ അവിടേക്ക് വരും. എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ? പക്ഷെ എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല എന്ന് പറയും. ഉടനെ വേറൊരാളാണെങ്കിൽ ഇപ്പോ അവനോട് പറയും, നല്ലൊരു പോരാട്ടം കാണാൻ 10,000 ഞാൻ തരാം, നിനക്ക് ധൈര്യമായിട്ട് മത്സരിക്കാന്ന് പറഞ്ഞ് 10,000 കൊടുത്ത് ബോയെ മത്സരിക്കാനായിട്ട് കോതയിലേക്ക് പറഞ്ഞയക്കും. ഇപ്പണന്റ് ആണെങ്കിൽ ബോവിനെ പുറഞ്ച വെടിക്കും. ഇവൻ സെയ്റ്റിന്റെ ശിഷ്യനാണെങ്കിലും ആരുടെ ശിഷ്യനാണെങ്കിലും ഇവൻ ഞാൻ എളുപ്പത്തിൽ തോൽപ്പിക്കുമെന്ന് പറയും. അടുത്ത നിമിഷം നമ്മുടെ ബോ ആണെങ്കിൽ ഒറ്റ തട്ടിന് അവരെ തെറിപ്പിച്ചു കളയും. ഷോ ഹോസ്റ്റ് ചെയ്തവനാണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടും. ഓ നോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ എന്റെ ആളെ തോൽപ്പിച്ചു കളഞ്ഞെന്ന് പറയും. കട്ട് ചെയ്ത ബോ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവന് കിട്ടിയ 1,00,000 രൂപയും ആ കടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒരുപാട് ഐസ്ക്രീമുമായി പുറത്തേക്ക് ഓടും. ഷോപ്പ് കീപ്പർ ആണെങ്കിൽ അവന്റെ പിന്നാലെ പോവും. സാർ, നിങ്ങളുടെ ബാക്കി ക്യാഷ് അത് നിങ്ങൾ വാങ്ങിയില്ല എന്ന് പറയും. ആണെങ്കിൽ ടേൺ ചെയ്യും, എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോ ഒരു ബെഞ്ചിൽ വന്നിരുന്ന് അങ്ങനെ ഹായ് ആയിട്ട് കഴിക്കുകയാണ്. ബൊൽമയാണെങ്കിൽ ഒരുപാട് പാക്കറ്റുകളുമായിട്ട് അവന്റെ അടുത്തേക്ക് വരും. ഓ നോ, ഒരു സെക്കൻഡുകൾ കൊണ്ട് നീ എന്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞു അല്ലേ? അതൊക്കെ ഈ പാക്കറ്റൊക്കെ എടുത്ത് എന്നെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് കടന്നു പോകും. ബോ ആണെങ്കിൽ അതത്ര കാര്യമൊക്കെ എടുക്കാതെ ഐസ്ക്രീം തിന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആ വെജിറ്റിയോട് 100 തവണ പറഞ്ഞതാണ് എന്നോടൊപ്പം ഷോപ്പിങ്ങിന് വരാൻ. അവൻ എന്നോടൊപ്പം വരാതെ ഈ പിങ്ക് വാൻ ഉണ്ടപ്പൻ ബൂവയാണ് എന്റെ കൂടെ അയച്ചതെന്ന് പറഞ്ഞ് അവിടെ ഒരു ഗോൾഡ് ഷോപ്പിലേക്ക് വരും. അവൾക്കാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓർണമെന്റ്സ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇതൊക്കെ ഞാൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്, ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആ ഷോപ്പ് കീപ്പർ ആണെങ്കിൽ ഹാപ്പി ആവും. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് 2 കള്ളന്മാര് ഗണ്ണുമായിട്ട് അടുത്ത നിമിഷം ആ ഷോപ്പിലേക്ക് കടന്നു വരികയാണ്. ബുൽമയാണെങ്കിൽ ഹായ് ആയിട്ട് അവരോട് പറയും, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്, ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. അതിനാ മോഷ്ടാവ് പറയും, നിങ്ങളെ എല്ലാവരെയും ബന്ദികളാക്കി ഇവിടെയുള്ള ഗോൾഡ് എല്ലാം ഞങ്ങൾ കവർന്നെടുക്കും. ബുൽമയാണെങ്കിൽ ഇപ്പൊ മാജിക് ബുവ ചൂണ്ടിക്കാണിക്കും, ഇവന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ രണ്ടുപേരെ ഇവൻ ഇടിച്ച് തവിട് പൊടിയാക്കും. വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ബോവനെ നോക്കും. അവരാണെങ്കിൽ ബോവനെ കണ്ട് ഞെട്ടും. ആക്ച്വലി വില്ലന്മാര് അവർ ആ ഒരു കുസ്തി മത്സരം ഏർപ്പാടാക്കിയ 2 പേരാണ്. അവര് ബോവനെ കണ്ട് ഷോക്കാവും. ബോവനെ അവർ ഷൂട്ട് ചെയ്യും. പക്ഷെ ബോവനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റില്ല. അവൻ ആ ബുള്ളറ്റ് വലിച്ചൂരിയെടുക്കും. നിങ്ങളാണ് എനിക്ക് ക്യാഷ് തന്നത്, നിങ്ങൾ ബോവന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അതേസമയം പുറത്താണെങ്കിൽ പോലീസുകാർ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവരെ സഹായിക്കാൻ വിടലും ഗൊഹാനും അവർ 2 പേരും അവിടേക്ക് വരും. സാർ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, എത്രയും വേഗം ആ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കുന്നു പറഞ്ഞ് അവരകത്തേക്ക് കടന്നു വരും. അതേ കാര്യങ്ങൾ എവിടെ നടന്നാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞാനാണ് ഗ്രേറ്റ് സൈമൺ 1 എന്ന് ഗൊഹാൻ പറയും. കേൾക്കേണ്ട താമസം വിടലാണെങ്കിൽ ഞാനാണ് ഗ്രേറ്റ് സൈമൺ 2 എന്ന് പറയും. അങ്ങനെ അവർ കാവടി തുള്ളി അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന അതേസമയം ആ 2 കള്ളന്മാരും കീഴടങ്ങി പതിയെ പുറത്തേക്ക് വരികയാണ്. ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നു, ഞങ്ങൾ കീഴടങ്ങുമെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടും. അവർക്ക് തൊട്ടു പിന്നാലെ ബുൽമയും പോവും. അവർ 2 പേരും പുറത്തേക്ക് വരുന്നത് കണ്ട നമ്മുടെ ചെക്കനും പെണ്ണും അവർ 2 പേരും പരസ്പരം നോക്കി ചിരിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ചീച്ചിയെ കാണിക്കും. ചീച്ചിയാണെങ്കിൽ തകൃതിയായിട്ട് അവൾക്കിടാനുള്ള ഡ്രസ്സ് അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഗൊഹാൻ ഒരു കോട്ടും സ്യൂട്ടും ഇട്ട് അവളുടെ അടുത്തേക്ക് വരിക. വാവ്, നീ ശരിക്കും ചുന്ദര കുട്ടപ്പനായിരിക്കുന്നു, പിന്നെ ഇങ്ങനെയുള്ള വേഷത്തിൽ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഗൊഹാൻ. അമ്മയ്ക്ക് ഇതിൽ ഏതാണ് ചേരുന്നതെന്ന് ചോദിക്കും. ഉടനെ ഗൊഹാൻ ആണെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ഗൊഹാൻ നേരെ കോട്ടന്റെ അടുത്തേക്ക് വരും. നമ്മൾ ടൗണിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ അമ്മ ചീച്ചി അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവര് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ അണിഞ്ഞൊരുക്കുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിത് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഗൊഹാനാണെങ്കിൽ കോട്ടനെ അണിയിച്ചൊരുക്കുകയാണ്. ഉടനെ ചീച്ചിയാണെങ്കിൽ ഡ്രസ്സൊക്കെ ധരിച്ച് അവരോട് അവളുടെ മേക്കപ്പ് സെറ്റ് കണ്ടോ എന്ന് ചോദിക്കും. അതിനവർ പറയും, ഇല്ല, ഞങ്ങൾ കണ്ടില്ല.
അതിരിക്കട്ടെ നിങ്ങളുടെ അച്ഛൻ ഗോകു അവൻ എവിടെയും ചോദിക്കും. അടുത്ത നിമിഷം അവർ പരസ്പരം നോക്കുകയാണ്. കട്ട് ചെയ്ത ഗോകു ആണെങ്കിൽ അവന്റെ കോട്ടൊക്കെ ഊരിയിട്ട് ആ ഡ്രാഗന്റെ താഴെ പോയൊരു മൊത്ത അതെടുക്കാനായിട്ട് ശ്രമിക്കും. ഞൊടിയിടയിൽ ഡ്രാഗൺസ് അവിടേക്ക് പറന്നു വന്ന് ഗോകുവിനെ അറ്റാക്ക് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഞാനിത് കഴിക്കാൻ പോവല്ല, മറിച്ച് ഇത് സേഫായി ആ കൂട്ടിൽ വെക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്. ഈ മുട്ട വിരിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് അത് നേരെ ആ വെള്ളത്തിലേക്ക് വീഴുന്നു പറഞ്ഞ് അവൻ കരയ്ക്ക് കയറി നിൽക്കും. അതേസമയം ഇവിടെ ചീച്ചിയാണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, സ്വന്തം ഫാമിലി അത് നോക്കാതെ അവൻ ആ പക്ഷികളെ തേടി പോയല്ലേ. ഗൗതം പറയും, അച്ഛൻ ആ മുട്ട വിരിയുന്നത് കാണാൻ പോകുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ചിലപ്പോൾ ഇപ്പൊ തന്നെ ഇത് വരാനും ചാൻസ് ഉണ്ട്. ഒരു നിമിഷം ഗോഹാനാണെങ്കിൽ അവിടേക്ക് പറന്നു വരും. ഞാൻ മലയുടെ 2 ഭാഗത്ത് നോക്കി അച്ഛനെ കണ്ടില്ല, ഇനി മറുഭാഗത്തോടെ നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ചീച്ചി ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ആരും ഇനി അവനെ തേടി പോകണ്ട, നമ്മൾ 3 പേരുമാണ് പാർട്ടിക്ക് പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പൊ ആ സന്തോഷമൊക്കെ തന്നെ പോയി. അവനെ എത്രയും വേഗം തല്ലി ഓടിക്കണമെന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ മുട്ടയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവനാ ഡ്രാഗനോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, മുട്ട വിരിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് വെള്ളത്തിൽ പോകുമെന്ന് പറയും. അടുത്ത നിമിഷം ആ ഡ്രാഗൺ ആണെങ്കിൽ ഒച്ച വെച്ച് ഗോകുവിനെ ഭയപ്പെടുത്തുകയാണ്. ഉടനെ ഒരു പാമ്പാണെങ്കിൽ അതുവഴി ഇഴഞ്ഞു വരും. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ അതിനെ കറക്കി കറക്കി ദൂരേക്ക് വലിച്ചെറിയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പാർട്ടി നടക്കുന്ന ക്യാപ്സ്യൂൾ കോർപ്പറേഷനിലേക്ക് ആദ്യമായിട്ട് മൊട്ടപ്പന ഫാമിലി കടന്നു വരികയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ അവരെ സ്വാഗതം ചെയ്യും. ആ സമയത്ത് ഹാൻസം ബോയ് ആണെങ്കിൽ അവന്റെ പുതിയ കാറിൽ അവിടേക്ക് വരും. ട്രങ്ക്സ് ആ കാർ സ്റ്റോപ്പ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ ആ കാർ കണ്ട് ഷോക്കാവും. വാവ്, നീ പുതിയ കാർ വാങ്ങിയോ? അതിന് ട്രങ്ക്സ് പറയും, ഇത് ഞങ്ങളുടെ പുതിയ പ്രൊഡക്ഷനാണ്, ഫസ്റ്റ് ഡെലിവറി അത് ഇദ്ദേഹത്തിനായിരുന്നു എന്ന് പറയും. അതിനുശേഷം എല്ലാവരും പാർട്ടി ആഘോഷിക്കാനായിട്ട് കടന്നു പോവാണ്. ചീച്ചി ആണെങ്കിൽ ഒക്കുനെ കൂട്ടാതെ ആ ഒരു പാർട്ടിയിലേക്ക് കടന്നു വരും. ഇവിടെ നമ്മുടെ മാസ്റ്ററും ഗൊഹാനും സെയ്റ്റാനും അതുപോലെ ബൂവും വെജീറ്റയും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പാർട്ടി അങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ദൂരത്തായിട്ട് നമ്മുടെ ഗൊഹാനും വെടലും അവർ 2 പേര് ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊട്ടിവിട്ട് അങ്ങനെ കൊഞ്ചു കുറവി ഇണക്കൊരുവികളെ പോലെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് താഴെ പിക്ലവയെ അവർ നോട്ടീസ് ചെയ്യുക. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ഇപ്പോഴും ആ ഡ്രാഗൺസിനെ നോക്കുകയാണ്. അവറ്റകൾ പരസ്പരം ഫുഡ് കൊടുക്കുന്നതും മുട്ടയ്ക്ക് കാവലിരിക്കുന്നതും എല്ലാം തന്നെ കണ്ട് ഗോകു അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് അവനെ ആദ്യമായിട്ട് അവന്റെ ഗ്രാൻഡ്പയ്ക്ക് കിട്ടിയ ആ സ്ഥലം അത് ഗോകു ശ്രദ്ധിക്കുക. വർഷങ്ങൾക്ക് മുൻപാണ് ഗ്രാൻഡ്പയ്ക്ക് എന്നെ ഈ കാട്ടിൽ വെച്ച് കിട്ടിയത്. അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് കഴിക്കാൻ ഫുഡ് തന്നു, ട്രെയിനിങ് തന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നു. ഞാൻ അറിയാതെയാണെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സഹിച്ച് സഹിഷ്ണുതയോടുകൂടെയാണ് അദ്ദേഹം എന്നെ വളർത്തിക്കൊണ്ടു വന്നത്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന അതേസമയം 2 ഡൈനോസേഴ്സ് അവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ ഗോകു ആണെങ്കിൽ അവറ്റകളെ 2 പേരെ വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി ഇടുകയാണ്. കട്ട് ചെയ്ത പാർട്ടിയിൽ നമ്മുടെ ചീച്ചി അവളാണെങ്കിൽ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് മാർഷൽ ആർട്സ് മൂവ്മെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഗോഹാൻ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ നോക്കും. എന്റെ അമ്മയ്ക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ബുൽമ പറയും, നിന്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ വരെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അവൾ അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു പറയും. അങ്ങനെ ഒരുപാട് നേരം തന്റെ അഭ്യാസ പ്രകടനം കാഴ്ചവെച്ച് നടു ഉളുക്കി അവൾ അങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും സെയ്റ്റാനും ചുറ്റുമുള്ളവരെല്ലാവരും ഗോകുവിനെ കുറിച്ച് ചോദിക്കുക, അവനെവിടെ. ബുൽമയാണെങ്കിൽ ടെൻസ്ഡ് ആവും. അതുകൊണ്ട് ചീച്ചിയാണെങ്കിൽ അവളോട് ചോദിക്കും, എന്തോ പറ്റി, അവനെ കാണാതെ അത്രയും വിഷമം തോന്നുന്നുണ്ടോ? എന്റെ അത്രയും ടെൻഷന്റെ വിഷമത്തിന്റെ ഒന്നും ആവശ്യം നിനക്കില്ല, അവൻ എന്റെ ഹസ്ബൻഡാണ്. ഇത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ ബുൽമയെ നോക്കി കളിയാക്കാനായിട്ട് തുടങ്ങും. ഒട്ടപ്പനാണെങ്കിൽ ഉറപ്പിച്ചു പറയും, ഗോകു എന്തായാലും ഇവിടേക്ക് എത്തും, എനിക്ക് ഉറപ്പുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ഒരുപാട് മൃഗങ്ങളും കുരങ്ങന്മാരൊക്കെ തന്നെ അവരുടെ കുഞ്ഞ് മുട്ടയിൽ നിന്ന് ഹാച്ചായി പുറത്തേക്ക് വരുന്നത് കാണാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര കാറ്റും മഴയും. ആ ഒരു ഡ്രാഗൺസ് ആണെങ്കിൽ മുട്ട പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരുപാട് നേരം അവറ്റകളെ കൊണ്ട് നോക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ മരക്കമ്പുകളൊക്കെ വെച്ച് അവറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ശക്തമായ കാറ്റിലും മഴയ്ക്കും ആ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഒരു മുട്ട താങ്ങി നിർത്തിയിരുന്ന ആ ഒരു ബ്രാഞ്ച് തകർന്ന് വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഗോകു ആണെങ്കിൽ അതിന്റെ പിന്നാലെ പോവും. ആ ഡ്രാഗൺ ആണെങ്കിൽ ബഹളം വയ്ക്കും. വാട്ടർഫോൾസിലേക്ക് വീഴുന്ന അതേസമയം ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ അതിനെ സേവ് ചെയ്ത് പിടിക്കുകയാണ്. പക്ഷെ എന്താ, ഒരു വലിയ മീൻ അത് ചാടി വന്ന് ഗോകുവിനെ ആ മുട്ടയും വിഴുങ്ങും. ഡ്രാഗൺ ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് ആ മീനിന്റെ വാ തുറന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം ആ മുട്ട എടുത്ത് കാണിക്കും, ഞാൻ നിന്റെ മുട്ട അത് പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പാർട്ടി അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. സമയം ഗോകു ആണെങ്കിൽ ദേഹം ആസകൽ ഒരുപാട് ചെളിയൊക്കെ പുരണ്ട് അവിടേക്ക് വരും. ഐം സോറി, എനിക്ക് വഴിയൊരൽപ്പം തെറ്റിപ്പോയി, അതാണ് എത്താൻ ലേറ്റ് ആയെന്ന് പറയും. ചീച്ചിയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. പക്ഷെ ഗോകു ആണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവളുടെ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അവൻ ആവശ്യം പോലെ ആഹാരം കൊടുക്കും. അതിനുശേഷം ഗോകു ആണെങ്കിൽ ആ ഡ്രാഗൺസിന്റെ മുട്ട വിരിഞ്ഞ സ്റ്റോറി അതെല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. മുട്ട വിരിഞ്ഞ് സുന്ദരന്മാരായ 4 കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. ആ കുഞ്ഞുങ്ങളെ കാണാൻ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം അവിടേക്ക് എത്തിയെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ വജീറ്റ മാറി നിൽക്കുന്നത് കണ്ട് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ അവനെയും ആഹാരം കഴിക്കാനായി അവരുടെ അടുക്കലേക്ക് വിളിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.